വിരിയൂ പ്രഭാതമേ, തെളിയൂ പ്രകാശമേ, യേശുവേ മിശിഹായേ, ദിവ്യമാം വെളിച്ചമേ. വിരിയൂ പ്രഭാതമേ, തെളിയൂ പ്രകാശമേ, യേശുവേ മിശിഹായേ, ദിവ്യമാം വെളിച്ചമേ. പാപമാമിരുൾ മാറ്റാൻ പുണ്യദീപമായി വരൂ, പാപമാമിരുൾ മാറ്റാൻ പുണ്യദീപമായി വരൂ. മമക മനസ്സിലെ കോവിലിനകതാരേ, മമക മനസ്സിലെ കോവിലിനകതാരേ. ഭാരതത്തിന്റെ അപ്പോസ്തലനായ വിശുദ്ധ തോമാശ്ലീഹായുടെ മാധ്യസ്ഥ്യം നമ്മുടെ എല്ലാവരുടെയും മേൽ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിശുദ്ധമായ ബലിയർപ്പിക്കും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തെ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന് ഉദ്ഘോഷിച്ച് തോമാശ്ലീഹായെ പോലെ ദിവ്യബലിയിലൂടെ, തിരുവചനത്തിലൂടെ, സഭയിലൂടെ നമ്മിലേക്ക് വരുന്ന ഈശോയെ നോക്കി എൻ്റെ കർത്താവാണ്, എൻ്റെ ദൈവമാണ്, എൻ്റെ യേശു എന്ന് ഉദ്ഘോഷിക്കാനുള്ള വിശ്വാസ ചൈതന്യം മക്കളായ നമുക്ക് നൽകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ബലി അർപ്പിക്കുക. സർവശക്തനായ ദൈവത്തോടും സഹോദരി നിങ്ങളോടും ഞാൻ ഏറ്റുപറയും. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷിക്കാൻ ഞാൻ ഏറെ പാപം ചെയ്തു. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകിയാൽ നിത്യനെ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാർക്കും വിശുദ്ധരോടും സഹോദരി നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണം. സർവശക്തനായ ദൈവകന്യ നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തനായ ദൈവപിതാവേ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേ ഞങ്ങൾ വാഴ്ത്തുന്നു, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. അങ്ങേ മഹാമഹിമയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. യേശു ക്രിസ്തുവേ, ജാതനായ ഏകദൈവത്തനായ കർത്താവ്, കർത്താവായ ദൈവമേ, ദൈവത്തിന്റെ കുഞ്ഞാടി, പിതാവിന്റെ പുത്ര, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന അങ്ങ് ഞങ്ങളിൽ കനിയണം. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണം. പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന അങ്ങ് ഞങ്ങളിൽ കനിയണം. എന്തെന്നാൽ അങ്ങ് മാത്രം പരിശുദ്ധൻ, അങ്ങ് മാത്രം കർത്താവ്, അങ്ങ് മാത്രം അത്യുന്നതൻ. യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവോടുകൂടി പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിൽ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഭാരതത്തിന്റെ അപ്പോസ്തലനും
സുവിശേഷ സംവാദനുമായി ആദരിക്കപ്പെടുന്ന വിശുദ്ധ തോമസിന്റെ തിരുനാളിൽ അഭിമാനിക്കാൻ മക്കളായ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകുന്നു. ഈ വിശുദ്ധന്റെ മധ്യസ്ഥത്താൽ വിശ്വസ്ത ഹൃദയത്തോടെ അങ്ങയെ അന്വേഷിക്കുന്ന എല്ലാവരും യേശുക്രിസ്തുവിന്റെ പാദാന്തികത്തിൽ അണയുകയും അവിടുത്തെ കർത്താവും ദൈവവുമായി ഏറ്റുപറയുകയും ചെയ്യുമാറാകട്ടെ. അങ്ങയുടെ പരിശുദ്ധാത്മാവുമായി നയിക്കുന്നതിൽ ജീവിച്ചു വാഴുന്ന കർത്താവ് ഞങ്ങളുടെ പുത്രനുമായ യേശുക്രിസ്തുവിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലോ. ആമേൻ. ഒന്നാം വായന ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന്. ഇസഹാക്കിന് പ്രായമായി കണ്ണിന് കാഴ്ച കൊടുത്തു. അവൻ മൂത്ത മകൻ ഏസാവിനെ വിളിച്ച്, എൻ്റെ മകനെ, ഇതാ ഞാൻ. അവൻ വിളി കേട്ടു. ഇസഹാക്ക് പറഞ്ഞു, എനിക്ക് വയസ്സായി, എന്നാണ് ഞാൻ മരിക്കുകയെന്ന് അറിഞ്ഞുപോയി. നിന്റെ ആയുധങ്ങളും അമ്പും വില്ലുമെടുത്ത് വയലിൽ പോയി വേട്ടയാടി കുറെ കാട്ടിറച്ചി കൊണ്ടുവരിക. എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ രുചികരമായി പാകം ചെയ്ത് എൻ്റെ മുമ്പിൽ വിളമ്പുക. അത് ഭക്ഷിച്ചിട്ട് നിന്നെ ഞാൻ മരിക്കും മുൻപേ അനുഗ്രഹിക്കട്ടെ. ഇസഹാക്ക് ഏസാവിനോട് പറയുന്നത് റെബേക്ക കേൾക്കുന്നുണ്ടായിരുന്നു. ഏസാവ് കാട്ടിറച്ചി തേടി വയലിലേക്ക് പോയി. അവൾ മൂത്ത മകൻ ഏസാവിൻ്റെതായി തൻ്റെ പക്കൽ വീട്ടിലിരുന്ന ഏറ്റവും വിലപ്പെട്ട വസ്ത്രങ്ങളെടുത്ത് ഇളയ മകൻ യാക്കോബിനെ ധരിപ്പിച്ചു. ആട്ടിൻ തോല് കൊണ്ട് അവൻ്റെ കഴുത്തിലെ മിനുസമുള്ള ഭാഗവും മൂടി. പാകം ചെയ്ത രുചികരമായ മാംസവും അപ്പവും അവൾ യാക്കോബിൻ്റെ കയ്യിൽ കൊടുത്തു. യാക്കോബ് പിതാവിൻ്റെ അടുക്കൽ ചെന്ന് വിളിച്ചു, എൻ്റെ പിതാവേ, ഇതാ ഞാൻ. അവൻ വിളി കേട്ടു. നീ ആരാണ് മകനെ എന്നവൻ ചോദിച്ചു. യാക്കോബ് മറുപടി പറഞ്ഞു, അങ്ങയുടെ കടിഞ്ഞൂൽ പുത്രൻ ഏസാവാണ് ഞാൻ. അങ്ങ് ആവശ്യപ്പെട്ടതുപോലെ ഞാൻ ചെയ്തിരിക്കുന്നു. എഴുന്നേറ്റ് എൻ്റെ നായാട്ടിറച്ചി ഭക്ഷിച്ച് എന്നെ അനുഗ്രഹിച്ചത്. എന്നാൽ ഇസഹാക്ക് ചോദിച്ചു, എൻ്റെ മകനെ, നിനക്ക് ഇത് ഇത്ര വേഗം എങ്ങനെ കിട്ടി? യാക്കോബ് പറഞ്ഞു, അങ്ങയുടെ ദൈവമായ കർത്താവിന് ഇതിനെ എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. അപ്പോൾ ഇസഹാക്ക് യാക്കോബിനോട് പറഞ്ഞു, അടുത്തു വരിക മകനെ, ഞാൻ നിന്നെ തൊട്ടു നോക്കി. നീ എൻ്റെ മകൻ ഏസാവ് തന്നെ എന്നറിയട്ടെ. യാക്കോബ് പിതാവായ ഇസഹാക്കിൻ്റെ അടുത്ത് ചെന്നു അവനെ തടവി നോക്കിയിട്ട് ഇസഹാക്ക് പറഞ്ഞു, സ്വരം യാക്കോബിൻ്റെതാണ്, എന്നാൽ കൈകൾ ഏസാവിൻ്റേതും. ഇസഹാക്ക് അവനെ തിരിച്ചറിഞ്ഞില്ല, കാരണം അവൻ്റെ കൈകൾ സഹോദരനായ ഏസാവിൻ്റെ കൈകൾ പോലെ രോമം നിറഞ്ഞതായി. ഇസഹാക്ക് അവനെ അനുഗ്രഹിച്ചു. അവൻ ചോദിച്ചു, സത്യമായും നീ എൻ്റെ മകൻ ഏസാവ് തന്നെയാണ്? അതേ എന്ന് അവൻ മറുപടി പറഞ്ഞു. ഇസഹാക്ക് പറഞ്ഞു, എൻ്റെ മകനെ, നിന്റെ നായാട്ടിറച്ചി കൊണ്ടുവരിക. അത് തിന്നിട്ട് ഞാൻ എന്നെ അനുഗ്രഹിക്കട്ടെ. ഇസഹാക്ക് അത് ഭക്ഷിക്കുകയും അവൻ കൊണ്ടുവന്ന വീഞ്ഞ് കുടിക്കുകയും ചെയ്തു. ഇസഹാക്ക് അവനോട് പറഞ്ഞു, നീ അടുത്തു വന്ന് എന്നെ ചുംബിക്കുക. അവൻ ചുംബിച്ചപ്പോൾ ഇസഹാക്ക് അവൻ്റെ ഉടുപ്പ് മണത്തുന്നു. അവനെ അനുഗ്രഹിച്ചു. കർത്താവ് കനിഞ്ഞ് അനുഗ്രഹിച്ച വയലിൻ്റെ മണമാണ് എൻ്റെ മകൻ്റേതെന്ന് അവൻ പറഞ്ഞു. ആകാശത്തിൻ്റെ മഞ്ഞും ഭൂമിയുടെ ഫലപുഷ്ടിയും ദൈവം നിനക്ക് നൽകട്ടെ. ധാന്യവും വീഞ്ഞും സമൃദ്ധമാകട്ടെ. ജനതകൾ നിനക്ക് സേവ ചെയ്യട്ടെ. രാജ്യങ്ങൾ നിന്റെ മുമ്പിൽ തലകുനിക്കട്ടെ. നിന്റെ സഹോദരർക്ക് നീ നാഥനായിരിക്കുക. നിന്റെ അമ്മയുടെ പുത്രന്മാർ നിന്റെ മുമ്പിൽ തലകുനിക്കട്ടെ. നിന്നെ ശപിക്കുന്നവൻ ശബ്ദനും അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹീതനുമാകട്ടെ. ദൈവവചനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രതിവചന സംഗീതനം. കർത്താവിനെ സ്തുതിക്കുവിൻ, അവിടുന്ന് നല്ലവനാണ്. കർത്താവിന്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവരെ, ദൈവത്തിന്റെ ഭവനത്തിങ്കൽ നിൽക്കുന്നവരെ അവിടുത്തെ സ്തുതിക്കുന്നു. കർത്താവിനെ സ്തുതിക്കുവിൻ, അവിടുന്ന് നല്ലവനാണ്. കർത്താവിനെ സ്തുതിക്കുവിൻ, അവിടെ നല്ലവനാണ്. അവിടുത്തെ നാമം പ്രകീർത്തിക്കും. അവിടുന്ന് കാരുണ്യവാനാണ്. കർത്താവ് യാക്കോബിനെ തനിക്കായി ഇസ്രായേലിനെ തൻ്റെ അവകാശമായി തിരഞ്ഞെടുത്തു. കർത്താവിനെ സ്തുതിക്കുവിൻ, അവിടുന്ന് നല്ലവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു. എനിക്ക് അവയെ അറിയാം, അവ എന്നെ അനുഗമിക്കും.
കർത്താവ് നിങ്ങളോട് കൂടി, അങ്ങേ ആത്മാവിലും. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് യോഹന്നാന്റെ ശിഷ്യന്മാർ യേശുവിന്റെ അടുത്ത് വന്ന് ചോദിച്ചു, ഞങ്ങളും പരസ്യം ഉപവസിക്കുകയും നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? അവരോട് പറഞ്ഞു, മണവാളൻ കൂടെയുള്ളപ്പോൾ മണവാളർക്ക് മുഖമാതിരിക്കാനാവും. മണവാളൻ അവരിൽ നിന്ന് അകറ്റപ്പെടുന്ന ദിവസങ്ങൾ വരും. അപ്പോൾ അവർ ഉപവസിക്കും. ആരും പഴയ വസ്ത്രത്തിൽ പുതിയ തുണിക്കഷ്ണം തുന്നിപ്പിടിപ്പിക്കാറില്ല. അങ്ങനെ ചെയ്താൽ തച്ചു ചേർത്ത തുണിക്കഷ്ണം വസ്ത്രത്തിൽ നിന്ന് കീറിപ്പോരുകയും കീറൽ വലുതാവുകയും ചെയ്യും. ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വയ്ക്കാറില്ല. അങ്ങനെ ചെയ്താൽ തോൽക്കുടങ്ങൾ പൊട്ടി വീഞ്ഞ് ഒഴുകിപ്പോവുകയും കൂടങ്ങൾ നഷ്ടപ്പെടുകയും. അതിനാൽ പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിലാണ് ഒഴിച്ചു വയ്ക്കുക. അപ്പോൾ രണ്ടും ഭദ്രമായിരിക്കും. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈ ഒരു കാണിക്കയായി ഞാനിങ്ക മമ മനവും കോടിക്കിനാവും കരളുരുതും എൻ വേദനയും. എല്ലാം നന്മ ദാതാവായ ദൈവമേ, ഞാൻ കാഴ്ചവെക്കുന്ന ഈ അപ്പം അങ്ങയുടെ കാരണത്താലാണല്ലോ ഞങ്ങൾ ലഭിച്ചത്. ഞങ്ങളുടെ നിത്യജീവന്റെ ഭോജനമായി തീർമാറുകയും ഭൂമിയുടെയും മനുഷ്യപ്രയത്നത്തിന്റെയും ഫലമായി ഞങ്ങൾക്ക് കരുഞ്ഞ പിതാവേ, അങ്ങെന്നും വാഴ്ത്തപ്പെടട്ടെ. ദൈവമേ, അങ്ങെന്നും വാഴ്ത്തപ്പെടട്ടെ. അർച്ചനയോരപ്പം അപ്പമായതും നിൻ കരത്താലേ, ഞാനൊരു സത്യം ഞാനായതും നിൻ കരത്താലേ. അപ്പമർപ്പിക്കുമ്പോൾ തവ പാതേ എല്ലാ നന്മകളുടെയും ദാതാവായ ദൈവമേ, ഞങ്ങൾ കാഴ്ചവെക്കുന്ന ഈ വീഞ്ഞ് അങ്ങയുടെ കാരണത്താലാണല്ലോ ഞങ്ങൾക്ക് ലഭിച്ചത്. ഞങ്ങളുടെ നിത്യജീവന്റെ പാലനമായി തീരുമാനുള്ള ഈ വീഞ്ഞ് മുന്തിരിവള്ളിയുടെ മനുഷ്യപ്രയത്നത്തിന്റെ ഫലമായി ഞങ്ങൾക്ക് പിതാവേ, അങ്ങെന്നും വാഴ്ത്തപ്പെടട്ടെ. ദൈവമേ, അങ്ങെന്നും വാഴ്ത്തപ്പെടട്ടെ. പ്രിയ സഹോദരി, എന്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയും നമ്മുടെ സമസ്തയുടെ നന്മയ്ക്കുമായി അങ്ങയുടെ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, ഞങ്ങളിലുള്ള ദാനങ്ങൾ കാത്തുപാലിക്കണമെന്ന് അങ്ങയോട് യാചിച്ചുകൊണ്ട് അങ്ങേക്ക് അർഹമായ ശുശ്രൂഷ ഞങ്ങൾ അങ്ങേക്ക് നൽകുന്നു. അപ്പോസ്തലനായ വിശുദ്ധ തോമസിന്റെ വിശ്വാസ പ്രഖ്യാപനം ഞങ്ങൾ വണങ്ങിക്കൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ സ്തോത്രബലി അർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലോ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടി, അങ്ങേ ആത്മാവോട് കൂടി. ഹൃദയങ്ങൾ ഉയർത്തുക. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കും. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും. കർത്താവെ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണ്. എന്തെന്നാൽ വഴിയും സത്യവും ജീവനുമായ ക്രിസ്തുവിന്റെ സുവിശേഷ പ്രസംഗിക്കാൻ നിത്യയിടയനായ അങ്ങേ അപ്പോസ്തലനായ വിശുദ്ധ തോമസിനെ ഞങ്ങളുടെ ദേശത്തേക്ക് അയച്ചു. ആത്മാവിന്റെ ശക്തിയാൽ കാണാതെ വിശ്വസിക്കുന്നവരുടെ സൗഭാഗ്യം അനുഭവിക്കാൻ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകുകയും ചെയ്യും. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ച് ഞങ്ങൾ അവിരാമം ആലപിക്കും. പരിശുദ്ധൻ, 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 സൈന്യങ്ങളുടെ കർത്താവായ ദൈവം. സ്വർഗവും ഭൂമിയും അങ്ങയുടെ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ സത്യമായും പരിശുദ്ധനാണ്. ആകയാൽ അങ്ങേ ആത്മാവ് മഞ്ഞുകണം പോലെ
ഈ കാണിക്കകൾ പവിത്രമാക്കണം. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ടു സുമനസ്സാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുന്നു. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്നു എൻ്റെ ശരീരമാണ്. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേ കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കും. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടി പാപമോചനത്തിന് ചിന്തപ്പെടാതിരിക്കും എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാണ്. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യും. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവെ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയും. ആകയാൽ കർത്താവെ, മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിനും രക്തത്തിലും പങ്കുചേർന്ന് ഞങ്ങളുടെ പരിശുദ്ധാത്മാവ് നയിച്ചിരിക്കുന്നു താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചിരുന്ന അങ്ങേ സഭയോർക്കും ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ സുസ്പാക്യം മെത്രാപ്പൊലീത്ത ക്രിസ്തവ സഹായ മെത്രാന്റെ വൈദികരണത്തോടും സഭയെ അങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിലെത്തിക്കുന്നു. ഉയർപ്പിന്റെ പ്രത്യാശകൾ നിങ്ങളോട് ഞങ്ങൾ സഹോദരങ്ങളെ അവരുടെ കാരണത്തിൽ മരണപ്പെട്ട സകല ദൈവങ്ങൾ ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അത് സ്വീകരിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ എല്ലാവരും കരുതുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യയുടെ ഭർത്താവായി ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങൾ അങ്ങേ പ്രസാദിച്ച സകല വിശുദ്ധരോടും നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുന്നു. അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേ പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ബോധിതരായി ദിവ്യോപദേശത്താൽ രൂപപ്പെടുത്തരായി നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണം. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കർത്താവേ, എല്ലാ തിന്മകളിലും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാന കരുപാർ നൽകണം. അനുഗ്രഹപൂർണ്ണമായ പ്രത്യാശയിൽ ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗ്രഹം പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേണ്ടതാണ്. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങേ പുസ്തകന്മാരോട് അരച്ചത് കർത്താവായ യേശുക്രിസ്തു. ഞങ്ങളുടെ പാപങ്ങളല്ല, പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസത്തിൽപ്പാണ്. അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കഴിയും. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്നു. ഈ പ്രാർത്ഥന കേട്ടറിയണം.
കർത്താവിന്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. നീ ആത്മാവോടും നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കും. ക്രിസ്തുവിന്റെ സമാധാനം. ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവ കുഞ്ഞാടെ ഞങ്ങളിൽ കരുതി. ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവ കുഞ്ഞാടെ ഞങ്ങളിൽ കരുതി. ലോകത്തിന്റെ പാപം നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ ഞങ്ങളിൽ കരുതി. ഇത് ദൈവത്തിന്റെ കുഞ്ഞാണ്. ഇത് ലോകത്തിന്റെ പാപം ദിവ്യജ്ഞാന്റെ പിന്നിൽ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നത് അനുഗ്രഹീത. കർത്താവ് അങ്ങന്റെ ഭവനത്തിൽ വരുവാൻ വേണ്ടി യോഗ്യതയിരിക്കില്ല. അങ്ങ് ഒരു വാക്ക് ചരിച്ചാൽ മാത്രം മതി. എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന ചിന്തയത് ഏകമന്ത്രവുമ സന്നിധാനത്തിൽ ഞാൻ വരുന്നു. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, എന്റെ കർത്താവേ, എന്റെ ദൈവമേ, ശാന്തിദായകനേ, കാന്തിപൂരിതനേ, ഇരുൾ മാറ്റണമേ, തിന്മയകറ്റണമേ, ശാന്തിദായകനേ, കാന്തിപൂരിതനേ, തിന്മ മായ്ക്കണമേ, ഇരുളകറ്റണമേ, കണ്ടിടാതെ ഞാൻ വിശ്വസിച്ചിടാൻ കൺകളേകണേ, അന്തരാത്മാവിൽ കണ്ടിടാതെ ഞാൻ വിശ്വസിച്ചിടാൻ കൺകളേകണേ, അന്തരാത്മാവിൽ കൺകളേകണേ, അന്തരാത്മാവിൽ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, എന്റെ കർത്താവേ, എന്റെ ദൈവമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ കുദാശയിൽ അങ്ങേ ഏകജാതന്റെ ശരീരമാണല്ലോ ഞങ്ങൾ യഥാർത്ഥത്തിൽ സ്വീകരിച്ചത്. അവിടുന്ന് ഞങ്ങളുടെ കർത്താവ് ദൈവമാണെന്ന് തോമസ് അപ്പോസ്തലനോടൊപ്പം വിശ്വാസത്തോടെ ഏറ്റുപറയുന്നു. പ്രവൃത്തിയിലൂടെയും ജീവിതത്തിലൂടെയും അവിടത്തേക്ക് സാക്ഷ്യം വഹിക്കാൻ മക്കളായ ഞങ്ങളെല്ലാവരെയും കഴിഞ്ഞ് അനുഗ്രഹിക്കണമെന്ന് ഒരുമയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി
ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലോ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടി, അങ്ങേ ആത്മാവോടും കൂടി. സർവശക്തനായ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അമ്മ അനുഗ്രഹിക്കപ്പെട്ടുള്ളതാണ്. അമ്മയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ ജനനി, പാപികളായ ഞങ്ങൾക്ക്